എനിക്ക് എന്തും കിട്ടും. ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മള് തുടക്കത്തിന്റെ പോലെ അല്ല ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് ബ്ലോഗ് എടുത്ത് കാണിക്കുക, വീഡിയോ എടുക്കുക ചെയ്യുന്നില്ല. എനിക്ക് വെറുതെ നടന്നാൽ കിട്ടുന്നുണ്ട് 1 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 50,000 റുപ്യ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളെ കണ്ടിട്ടായിരിക്കും BM എടുത്തത്. ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാ വണ്ടിയും കാണിച്ചാൽ ഞാൻ വണ്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചാൽ ഇവിടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പൊ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ ഇപ്പൊ അങ്ങനെ വെറും സുജിനല്ല സുഹൃത്തുക്കളെ, ഇപ്പൊ നന്മമരം സുജിനാണ്. അതായത് പുള്ളി കുറച്ച് നാളായിട്ട് പുള്ളിയുടെ ഈ ഡെയിലി വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ആർക്കായാലും മടുത്തു തുടങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് മെയിൻ ആയിട്ട് ഈ പ്രാങ്ക് അതേപോലത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങണത്. പക്ഷേ സുജിൻ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം കുറച്ച് നാൾ നമ്മുടെ ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പൊന്നൂസിന് അവിഹിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞ് പിന്നെ അതങ്ങ് പൊളിഞ്ഞപ്പോഴത്തേക്ക് ആ നാടകം അങ്ങ് പൊളിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റിയാണ് അടുത്ത പരിപാടി. അതായത് ഓടി നടന്നിട്ട് എല്ലാവർക്കും അങ്ങ് ചാരിറ്റി ചെയ്യുക. അതായത് എല്ലാവർക്കും ഇങ്ങനെ ചാരിറ്റി ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് അതിൽ നിന്നൊരു മനസ്സുഖം കിട്ടേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പിന്നെ പറയാം, ഈ ചാരിറ്റി എന്ന് പറയുന്നത് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മളെ കൊണ്ട് പറ്റുള്ള അപ്പൊ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല എന്നാണ് ഞാൻ ചോദിക്കാറ്. പക്ഷേ ഇവിടെ സുജിനായതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള പല ദുരൂഹതകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് പറയാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സുജിന്റെ ഒരു നന്മ പ്രവൃത്തി നമുക്കൊന്ന് കണ്ടുപോകാം. അങ്ങനെ ജനുവരി മാസം കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരിയിലേക്ക് കടന്നിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൽ നമ്മൾക്ക് എന്തായാലും ഒരാളെ സന്തോഷിപ്പിക്കാം. ഓക്കെ, ആരാണ് ഭാഗ്യവാനെ നമുക്ക് നോക്കി നോക്കാം. ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് നമ്മുടെ സുജിൻ അങ്ങനെ നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പുള്ളിക്ക് അങ്ങനെ ജാനുവരി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ഉള്ളിൽ നിന്നൊരു വിളി വരാൻ തുടങ്ങി തോന്നുന്നു. ഓ നന്മ ചെയ്യും ഫെബ്രുവരി നന്മ ചെയ്യും. അപ്പൊ പുള്ളി വേഗം ഇറങ്ങിയിട്ട് ഒരു നന്മ അങ്ങ് ചെയ്യാൻ. ടെൻഷൻ ആവുന്ന വേണ്ടേ, ഞാൻ 2000 രൂപ പറഞ്ഞേ, പക്ഷെ ആളത് അടിച്ച് തെറ്റിപ്പോട്ട് 200 രൂപ കണ്ണടിച്ചാണ്. അപ്പൊ ആള് വന്നിട്ട് അതിന് സോറി അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ ആളെ ടെൻഷൻ അടിക്കണ്ടാന്ന്. അല്ല ഇതിനെന്തിനാണോ പുള്ളി സോറി പറയണത്? അതായത് 2000 രൂപയ്ക്ക് അടിക്കാൻ പറഞ്ഞിട്ട് പുള്ളി 200 രൂപയ്ക്കാണ് അടിച്ചത്. പുള്ളി കൂടുതലാണ് അടിച്ചതെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ. അതായത് പുള്ളിയുടെ അടുത്ത് 200 രൂപയ്ക്ക് അടിക്കാൻ പറഞ്ഞിട്ട് പുള്ളി 2000 രൂപയ്ക്ക് അടിച്ചെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ പുള്ളി അടിച്ചേക്കണമെന്ന് കുറവാണ് അടിച്ചേക്കണം. കുറച്ചും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ വേറെന്താ മുരുകൻ എവിടെ വീട് എവിടെ? ഒരു ദിവസം 400 രൂപ അത്രേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാളും കൂടെ ഹാപ്പി ജീവിതം. ഓക്കെ, അപ്പൊ സുജിനപ്പൊ ഇവിടെ ഇമോഷണൽ BGM ഒക്കെ ഇടുന്നത് നമ്മളങ്ങനെ ഇമോഷണൽ ആക്കിയിട്ട് ലാസ്റ്റ് പുള്ളി കാശ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഗുമ്മുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് സ്ഥിരം ടാറ്റി. ആൾക്ക് അതെങ്ങനെ കാർഡടിക്കാന്ന് അറിയില്ല കേട്ടോ. അതെങ്ങനെ നോക്കാന്ന് അറിയാൻ വേണ്ടിട്ട് ആള് ആ പയ്യന്റെ അടുത്തേക്ക് ചെന്നാണ്. അയ്യവാ, നിങ്ങൾ എനിക്ക് നിങ്ങളെ വക ഗിഫ്റ്റ് തന്നല്ലേ, ഇതേട്ടത് വെച്ചോളൂ. ഇതിന്റെ സന്തോഷം തരാണ്. ഓക്കെ, അപ്പൊ ചെയ്തത് എന്തായാലും നല്ലൊരു കാര്യം തന്നെ കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി ബാക്കി പറയുന്നത്. അപ്പൊ ഇനി സുജിന്റെ ഈ ബാക്കി കുറച്ചും കൂടെ ഒരു ഡയലോഗും കൂടി ഉണ്ട്, അതും കൂടെ. സുജിനെ വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല എന്നുള്ള കമന്റ് വരും. അതെനിക്കറിയാം. പക്ഷെ എന്റെ അച്ഛൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇങ്ങനെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് എനിക്കൊരു സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാനും ഹാപ്പി, ആ വാങ്ങിയ ആളും ഹാപ്പി, നിങ്ങൾ ഹാപ്പി ആണെന്നുള്ളതിന്റെ കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിട്ട്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഫെബ്രുവരി മാസത്തിലും കുറെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം, നിങ്ങളും പ്രാർത്ഥിക്കാം. ടാറ്റാ. അപ്പൊ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി ജീവിക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ ജീവിക്കട്ടെ. അപ്പൊ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതായത് എന്റെ തന്തയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുള്ള രീതിക്കുള്ള പോലത്തെ ഒരു ഡയലോഗ്. അപ്പൊ ഈ ബാക്കി ചാരിറ്റി ചെയ്യണത് എല്ലാം തന്ത ഉണ്ടാക്കി വെച്ചത് ആണ് കൊടുത്തിട്ടിരിക്കുന്നത്. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്നത്, അവനവൻ പണിയെടുത്തിട്ട് അവനവന് കിട്ടുന്ന കാശ് അവനവന് തികഞ്ഞ് അതിനൊപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് പൈസ ഉണ്ടെങ്കിൽ മാത്രം സഹായിക്കുക എന്ന് മാത്രം. ഓവറായിട്ടല്ല, നമുക്ക് അത്രയും ആവശ്യം, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും പൈസ ബാക്കിയുണ്ട്, അപ്പോൾ നമുക്ക് സഹായിക്കാം. അല്ലാണ്ട് നമ്മുടെ ആവശ്യം ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരാളെ സഹായിക്കണത് നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവന്റെ ആവശ്യം നോക്കിയാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡായിട്ട് എനിക്കുള്ളത്. അപ്പൊ ഈ സുജിൻ ഇവിടെ എന്തായാലും ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ സുജിന്റെ തന്ത ഉണ്ടാക്കി വെച്ച കാശല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും ഒരു സൈഡിൽ കൂടെ പോട്ടെ. അപ്പൊ ഈ സുജിന്റെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഇത് റിലേറ്റഡ് ആയിട്ട് പിന്നെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ നമുക്ക് പുള്ളി യൂട്യൂബ് ചാനലിനകത്ത് ഈ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. ഇപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ പാവങ്ങളുടെ കരുണ കാണിക്കുമ്പോൾ മേലെയുള്ളവൻ നിന്റെ അടുത്ത് കരുണ കാണിക്കും, അങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് ഉണ്ടല്ലോ. അത് സത്യമാണ്. കാരണം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ എത്രത്തോളം പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്നു അതിൽ കൂടുതൽ ദൈവം എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്.
അതിന് എങ്ങനെ നന്ദി പറഞ്ഞ ദൈവത്തിനോട് പറയാൻ എന്ത് ചെയ്യാനുള്ള ഈ ദൈവത്തിലേക്ക് ഒരു കാര്യം, അതായത് ഇപ്പുറത്തെ ഒരു സഹായം ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ സുജിന് വാരിക്കോരി അങ്ങ് കൊടുക്കണേണ്. അപ്പൊ അങ്ങനെയാണ് ദൈവം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇൻസ്റ്റന്റ് കർമ്മ എന്ന് പറഞ്ഞാൽ. സുജിന് അത് ചെയ്തു, അതിനുള്ളത് സുജിന് കിട്ടി. അപ്പൊ സുജിന് ഹാപ്പി, കാണുന്നവര് ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവസാനത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നമുക്കത് പറയാം. ഈ ഒരു യൂട്യൂബ് വരുമാനം മാത്രമല്ല, നമുക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. എന്തോ അതൊക്കെ ഇവിടെ നിന്നാണ്, അതായത് ഈ മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു തട്ടെന്ന് ഇവിടുന്ന് തുടങ്ങിയതാണ് എന്റെ ഓരോ ചുവട് വെപ്പുകളും. ഞാൻ ഇന്നിപ്പോ ഷോർട്സിന്റെ വീഡിയോസിൽ ഞാൻ ഇതുപോലെ കമന്റ്സ് കണ്ടു, സുജന ഞാൻ കുഞ്ചൂസിന്റെ കല്യാണത്തിനാണ് സുജന കാണുന്നത്, അന്നത്തെ സുജനും ഇന്നത്തെ ഞാനും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ ഫുള്ള് ഉടായിപ്പായി. ഇപ്പൊ എന്തൊക്കെ ചെയ്ത്, അതായത് ഏത് തരം താഴ്ന്നു പോയിട്ടാണെങ്കിലും എനിക്ക് വ്യൂസ് വേണം, എനിക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായി. ഇപ്പൊ പഴയ സുജിന് ഇത്രയും ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ സുജി കുറച്ചും കൂടെ ഒരു നല്ലതായിരുന്നു. ഇപ്പോഴത്തെ പക്ക ഉടായിപ്പ് തുടക്കത്തിൽ പോലെയല്ല ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് ബ്ലോഗ് എടുത്ത് കാണിക്കുക ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, അത് നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കടങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, നമുക്കിപ്പോ ഉദാഹരണത്തിന് ശരാശരി ഒരാളുടെ ഒരു സാധാരണ, അതിപ്പോ ഒരു ഭാര്യ, മകള്, മീൻസ് ഒരു സാധാരണ കുടുംബത്തിക്ക് ഒരു മാസം ഒരു 25,000 രൂപ, ഒരു 20,000, ഒരു 15,000 രൂപ സാലറി കിട്ടിയിട്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. ഓക്കെ, ആ സ്ഥാനത്ത് എനിക്ക് വെറുതെ നടന്ന കിട്ടേണ്ട 1 ലക്ഷം രൂപ അല്ലെങ്കിൽ അതുകൊള്ളാലോ, വെറുതെ നടന്നാൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപ കിട്ടുമെന്നാ പറയുന്ന സുജിന്. അപ്പൊ സുജിന് അങ്ങനെ പൈസ കിട്ടണമെങ്കിൽ അങ്ങനെ വെറുതെ ഇരുന്ന ആർക്കെങ്കിലും പൈസ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നണം. നമ്മൾ എന്തെങ്കിലും രീതിക്ക് ഒരു പണി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പണിക്കുള്ള കൂലിയെ നമുക്ക് കിട്ടുള്ളൂ. അതിപ്പോ സ്മാർട്ട് വർക്ക് ആണെങ്കിലും ഹാർഡ് വർക്ക് ആണെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും പൈസ കിട്ടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുള്ളൂ. അപ്പൊ സുജിന് എങ്ങനെയാണ് പൈസ കിട്ടുന്നതാവോ? കാരണം മീൻസ് വെറുതെ ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറെ വ്ളോഗുകൾ നമ്മൾ ഇട്ടുന്നത്. അതുപോലെ തന്നെ ഞാനൊരു മാസം ഒരു 4 വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ട് നമുക്ക് 2,500 രൂപ 3,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു മാസം ഒരു 50,000 രൂപ കിട്ടിയാലും, ഇപ്പൊ എനിക്ക് ആദ്യത്തെ പറഞ്ഞേ, എനിക്ക് കോടീശ്വരനാവണം അല്ലെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ. കാരണം അതിനുള്ളൊരു മുന്നിൽ, അതിനുള്ളൊരു പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട്. എനിക്ക് എന്തും കിട്ടും. ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ. ഓക്കെ, അപ്പൊ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ പുള്ളി എവിടേക്കാണ് ഈ പറഞ്ഞു വരുന്നതെന്ന് ചിലപ്പോൾ ഇതുവരെ കണ്ടേക്കണ ആൾക്കാർക്ക്, അതായത് കുറച്ചെങ്കിലും ഈ ഇൻഫ്ലുവൻസർമാരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കാണ് ഈ പുള്ളി പറഞ്ഞു വരുന്നതെന്ന്. അപ്പൊ ബാക്കി ഒന്ന് കാണാം. ആഗ്രഹങ്ങൾ, ആ പ്രശ്നങ്ങൾ തീർന്നു. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ പറയല്ലേ, നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത്. അതായത് ഇപ്പൊ നിങ്ങളെ കണ്ടിട്ടായിരിക്കും BM എടുത്തത്. ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാ വണ്ടികളും കാണിച്ചാൽ, ഞാൻ വണ്ടിയുടെ വീഡിയോ ആണെങ്കിൽ ഞാൻ കാണിച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഹലോ, ഇപ്പൊ ഇത് ചിലർ പറയും പൈസ ഉങ്കാണ്, പൈസ അഹങ്കാരം ഉങ്കല്ല. നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മള് മറ്റൊരാളെ നന്നാവുന്നതോ മറ്റൊരാളെ ഇതാക്കുക നമ്മൾ പോണില്ല. നമ്മളെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുന്നു. എത്ര പാവമാണല്ലേ നമ്മുടെ സുജിന്. അപ്പൊ ഇങ്ങനെ പാവപ്പെട്ട, അതായത് ഇത്രയും വെറുതെ ഇരുന്ന് കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സുജിന് എവിടെ നിന്നാണ് ഈ കാശ് കിട്ടുന്നത്? പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ആരും ഉപദ്രവിക്കാണ്ട് ഉണ്ടാക്കുന്ന കാശാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് എവിടെ നിന്ന് കാശ് കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ പുള്ളിനെ ഇടയ്ക്ക് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു സ്റ്റോറി ഇട്ടാൽ കിട്ടും അല്ലെങ്കിൽ ഒരു റീൽ ഇട്ടാൽ കിട്ടും, എനിക്ക് കാശ് കിട്ടും എന്നൊക്കെ പുള്ളി പറഞ്ഞല്ല. അതായത് ഇത്ര ഉള്ളൂ സംഭവം. ഞാൻ അവിടെ സൈഡിനകത്ത് കൊടുക്കുക. അതായത് ഈ നമ്മുടെ ബെറ്റിംഗ് ആപ്പുകളും അതേപോലെ തന്നെ ഈ റമ്മി അതേപോലത്തെ പല പരിപാടികളും ഉണ്ട്. ഇപ്പൊ ഇവരുടെയൊക്കെ മെയിനായിട്ടുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഉടായ്പ ആപ്പുകളാണ്. അപ്പൊ ഈ ഉടായ്പ ആപ്പുകളിനകത്ത് കളിച്ച് ഇപ്പൊ തന്നെ നമ്മൾ ഇഷ്ടംപോലെ സംഭവങ്ങൾ കണ്ട് പലരും ആത്മഹത്യ ചെയ്യണതും അതേപോലെ തന്നെ പലരുടെയും ലക്ഷങ്ങൾ പോയേക്കണതും വീട്ടുകാരുടെ കാശെടുത്തൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അത്രയും ഒരാളുടെ ജീവിതത്തിനെ തന്നെ തകർത്ത് കളയാനായിട്ട് പവറുള്ള ഇതേപോലത്തെ ഗെയിമുകളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇവര് പ്രൊമോഷൻ ചെയ്യണത്. എന്നിട്ട് ഇത് പ്രൊമോഷൻ ചെയ്തിട്ട് അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി, അല്ല അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കലല്ല, അവര് അപ്പൊ നല്ല കാശ് കൊടുക്കും. ആ കാശിന് ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഇപ്പൊ BMW മേടിക്കുക, അതേപോലെ തന്നെ ഇപ്പൊ ഇപ്പുറത്തുനിന്ന് ഉടായ്പ കാണിച്ച് കാശുണ്ടാക്കും, എന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് ആൾക്കാരെ സഹായിക്കും. അപ്പൊ സഹായിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചോദിക്കും, ഓ എന്ത് ഇത്രയൊക്കെ ചെയ്താലെന്താ അവൻ സഹായിച്ചല്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം? അതായത് ഇപ്പുറത്ത് നമ്മൾ ഒരുപാട് പേരുടെ കാശ് പറ്റിക്കണേണ്. അങ്ങനെ പറ്റിച്ചിട്ട് ഇവിടെ വന്നിട്ട് സഹായിച്ചിട്ട് അത് കാണിച്ചിട്ട് ആൾക്കാരെ സപ്പോർട്ട് നേടുന്നതിലേക്ക് എന്ത് കാര്യമാണുള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ. അതിനെയൊക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടാണ് കാശ് കിട്ടുന്നത്. ദൈവം അനുഗ്രഹിച്ചിട്ടൊന്നല്ല, നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് കൂടുതൽ ഡെക്കറേഷൻ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇതിനകത്ത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ